അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫങ്ഷൻസ് വിത്ത് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫങ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കുന്നത് ഇതൊരു കോമ്പോസിഷനാണ്. സൈൻ എക്സിൻ്റെയും അതുപോലെ x²+5ൻ്റെയും കോമ്പോസിഷനാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇയാളുടെ ഡെറിവേറ്റീവ് ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സൈൻ ഓഫ് x²+5ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതാണ്, dx ഓഫ് സൈൻ ഓഫ് x²+5 കാണണം. അപ്പോൾ നമ്മൾ നോക്കുക, സൈൻ എക്സിൻ്റെ ആലോചിക്കുക. ഇതപ്പോൾ സൈൻ എക്സ് എന്ന മോഡലിലാണ് സങ്കല്പിക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ ഓഫ് x²+5ൻ്റെ ഡെറിവേറ്റീവ് ആരാന്ന് ചോദിച്ചാൽ കോസ് ഓഫ് x²+5. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു കോസ് ഓഫ് x²+5 എന്ന് എഴുതി. ഇനി ഇവിടെ എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് x²+5 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x²+5ൻ്റെ ഡെറിവേറ്റീവ്, x²ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. 5 പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, 5ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഈ x²+5ൻ്റെ മൊത്തത്തിലുള്ള ഡെറിവേറ്റീവ് 2x എന്നാണ് വരിക, ഇൻറ്റു കോസ് ഓഫ് x²+5 അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ സൈൻ ഓഫ് x²+5ൻ്റെ ഡെറിവേറ്റീവ്. ഇതുപോലെ ഇയാളുടെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിക്കാം. കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ d/dx ഓഫ് ഇപ്പോൾ കോസ് ഓഫ് സൈൻ എക്സ്, ഇങ്ങനെ ആലോചിക്കുക. ഇത് ഫുള്ള് എക്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ അതേപോലെ കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഇവിടെ എക്സിന് പകരം നമ്മൾ ഇയാളെയാണ് മൊത്തത്തിൽ എക്സ് എന്ന് സങ്കല്പിച്ചത്. അപ്പോൾ ഈ എക്സിന് പകരം കിടക്കുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് d/dx ഓഫ് സൈൻ എക്സ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് അങ്ങനെ തന്നെ എഴുതി, ദെൻ d/dx ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളോട് കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറയുമ്പോൾ ഇത് കോസ് എക്സ് ആണെന്ന് സങ്കല്പിക്കുക. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അതേ ഓർഡറിൽ കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് എഴുതുക. കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്, അതേപോലെ കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. എന്നിട്ട് ഇവിടെ എക്സിന് കൽപ്പിച്ചേ, അപ്പോൾ ഇതിൽ എക്സിന് പകരം സൈൻ എക്സ് ആക്കി, സോ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. നമുക്കിതിലെ പ്രോബ്ലംസിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ദ ഫങ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. താഴെ തന്നിരിക്കുന്ന ഫങ്ഷൻസിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഒന്നാമത് തന്നേക്കുന്നത് സൈൻ ഓഫ് x²+5 എന്നാണ്. സൈൻ ഓഫ് x²+5 ഇത് രണ്ട് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനാണ്. ഇപ്പോൾ രണ്ട് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനായിട്ട് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡെറിവേറ്റീവ് കാണും. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ നമ്മുടെ ലക്ഷ്യം d/dx ഓഫ് സൈൻ ഓഫ് x²+5 കാണലാണ്. സൈൻ ഓഫ് x²+5ൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം തന്നെ ഇത് സൈൻ എക്സ് ആണെന്ന് സങ്കല്പിക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നാണ് നമ്മൾ പഠിച്ചേക്കണത്. അപ്പം ഇത് ഫുള്ള് ഒരു എക്സ് ആണെന്ന് സങ്കല്പിച്ചാൽ ഇവിടെ സൈൻ എക്സ് മോഡലിലാണ് ഈ ഫംഗ്ഷൻ കിടക്കുന്നത്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ സൈൻ ഓഫ് x²+5ൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് x²+5 എന്ന് എഴുതാം. അപ്പോൾ സൈൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് കോസ് എക്സ്, അപ്പോൾ സൈൻ ഓഫ് x²+5 ആണെങ്കിൽ ഡെറിവേറ്റീവ് കോസ് ഓഫ് x²+5 എന്ന് എഴുതാം.
ഇൻറ്റു ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 5 ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്, +1 കണ്ടതാണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് റൈസ് ടു 1, അതായത് 2x. 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് 2x + 0, അതായത് 2x എന്നാണ് കിട്ടുക. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു ഇയാളുടെ ഡെറിവേറ്റീവ് 2x. നമുക്കൊരു ഭംഗിക്ക് ഈ 2x ഏറ്റവും ഫ്രണ്ടിലേക്ക് എഴുതാം. എപ്പോഴും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഫ്രണ്ടിൽ ഇത് എഴുതണതാണ് ഭംഗി. അപ്പോൾ നമ്മുടെ ആൻസർ 2x ഇൻറ്റു കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. ഇതാണ് ഈ തന്നിരുന്ന ഫംഗ്ഷൻ്റെ, ഈ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഇതേപോലെ നമുക്ക് കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ d/dx ഓഫ് കോസ് ഓഫ് സൈൻ എക്സ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. അപ്പോൾ ഇതും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ തന്നിരിക്കുന്നത് കോസ് എക്സ് ആണെന്ന് സങ്കല്പിക്കുക, കോസ് എക്സ് എന്ന് സങ്കല്പിക്കുക. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത് കോസ് എക്സ് ആണെന്ന് സങ്കല്പിക്കുക, ഈ കിടക്കുന്നത് എക്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇത് കോസ് എക്സ് മോഡലായി. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് സൈൻ എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇനി d/dx ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ കോസ് എക്സ്. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഇനി അതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി. അപ്പോൾ നമുക്ക് വേണ്ടത് d/dx ഓഫ് സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ആണ് വേണ്ടത്. അപ്പോൾ ഇതിലെ സൈൻ എക്സ് പോലെയാണ് ഈ ഫംഗ്ഷൻ കിടക്കുന്നത്. ഇത് സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി, ഇത് കിടക്കുന്നത് സൈൻ എക്സ് പോലെയാണ്. അപ്പോൾ ഈ കിടക്കുന്ന ഈ ഫുൾ ആളെ ഒരു എക്സ് ആണെന്ന് സങ്കല്പിക്കുക. നമ്മൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നാണ് പഠിച്ചേക്കണേ. അപ്പോൾ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് എഴുതാം ഇൻറ്റു ഇവിടെ എക്സിന് പകരം എ എക്സ് പ്ലസ് ബി ആണ് കിടക്കുന്നത്, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻറ്റു d/dx ഓഫ് എ എക്സ് പ്ലസ് ബി. അപ്പോൾ ഇതിൽ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതി, കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോൾ 2x ആണെങ്കിൽ 2 ആണ് ഡെറിവേറ്റീവ്, 3x എന്ന് പറഞ്ഞാൽ 3 ആണ്, 4xൻ്റെ ഡെറിവേറ്റീവ് 4 ആണ്. അപ്പോൾ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ആയിരിക്കും. എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0. നമുക്കിതിനൊന്ന് ഭംഗിയിൽ എഴുതുമ്പോൾ a + 0 എന്ന് പറഞ്ഞാൽ അത് എ തന്നെയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എ ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ സൈൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ്, എ ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി. ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്, സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കിവിടെ 3 ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനായിട്ടാണ് തന്നേക്കണേ. അപ്പോൾ ഇതിനെ d/dx ഓഫ് സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് എന്ന് എടുക്കുക. അപ്പോൾ ഇത് ഫുൾ ഒരു എക്സ് ആണെന്ന് സങ്കല്പിച്ചാൽ ഈ കിടക്കുന്നത് സീക്ക് എക്സ് മാതൃകയിലാണ് കിടക്കുന്നത്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ സീക്ക് ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ്, ടാൻ റൂട്ട് എക്സ്.
അതായത് ഇത്ര ഉള്ളൂ കലാപരിപാടി. സീക്ക് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ സീക്ക് ടാൻ റൂട്ട് എക്സ് ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ്. ഇനി ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ്. ഇതിലെ ഈ പറഞ്ഞ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സും ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സും അങ്ങനെ തന്നെ എഴുതി. സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈ സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സും അതുപോലെ ടാൻ റൂട്ട് എക്സും അതുപോലെ തന്നെ എഴുതി. ദെൻ ഇനി നമുക്ക് ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണം. അപ്പോൾ ടാൻ എക്സ് ആണെങ്കിൽ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇവിടെ ടാൻ റൂട്ട് എക്സ് ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു പരിപാടി കഴിച്ചിട്ടില്ല. ഇവിടെ റൂട്ട് എക്സ് ആണ് എക്സിന് പകരം കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് അങ്ങനെ തന്നെ എഴുതി. സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 റൂട്ട് എക്സ്. അപ്പം ഇതാണ് നമ്മളോട് പറഞ്ഞ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. സാധനം ഇത്തിരി വലിപ്പമുണ്ടെന്നേ ഉള്ളൂ. ചെയ്തതൊക്കെ കൃത്യമായ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. ഇത് ചെയ്യാനായിട്ട് ആകെ ഓർത്ത് വെക്കേണ്ടത് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണെന്നുള്ള ബേസിക് ഐഡിയ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന അടുത്ത രണ്ട് ഫങ്ഷൻസ് തന്നേക്കണം. ഇവരുടെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ബൈ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു കോഷ്യൻ്റ് ആണ്. അതായത് രണ്ട് ഫങ്ഷൻസിന് യു ബൈ വി ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ് കോഷ്യൻ റൂൾ എന്ന് ആലോചിക്കുക. യു ബൈ വി, ഇതാണ് നമ്മൾ കോഷ്യൻ റൂളായിട്ട് പഠിച്ചേക്കുന്ന സംഗതി. യു ബൈ വി ഓൾ ഡാഷ് ഈക്വൽ ടു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഇതാണ് നമ്മൾ കോഷ്യൻ റൂളായിട്ട് പഠിച്ചേക്കുന്നത്. അപ്പം ഞാനിവിടെ ആൻസർ എഴുതാനായിട്ട് ഫസ്റ്റ് തന്നെ ഇതിൽ യു ആരാ വി ആരാന്ന് നോക്കി. അപ്പം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി. ആദ്യം തന്നെ നമുക്ക് യു ഡാഷ് കണ്ടുപിടിക്കാം. യു ഡാഷ് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന യുവിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ സൈൻ എക്സ് ആണെങ്കിൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്നറിയാം. അപ്പോൾ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു, അവിടെ നിർത്താൻ പറ്റില്ല, ഇൻറ്റു ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് നമ്മളിപ്പോൾ കുറേ കണ്ടതാണ്. എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ആണ്, ബിയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എ പ്ലസ് 0, അതായത് എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എ. ഇതുപോലെ വി ഡാഷ് എടുത്തു. ഇത് കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി എന്നാണ് കിടക്കണേ. അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ സി എക്സ് പ്ലസ് ഡി. ഇനി ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സി എക്സ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സി എക്സിൻ്റെ ഡെറിവേറ്റീവ് സി ആണ്, ഡി കോൺസ്റ്റൻറ്റ്. അപ്പോൾ സി എക്സ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ് സി. ഇനി നേരെ നമ്മൾ ഈ കോഷ്യൻ റൂളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു യു ഡാഷ് വി, അതായത് യു ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഭംഗിക്ക് എഴുതാം. എ ഇൻറ്റു കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു വി. വി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി, കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി മൈനസ് യു വി ഡാഷ്. യു പറഞ്ഞാൽ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു വി ഡാഷ്.
വി ഡാഷ് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സി. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ മൈനസ് സി ഇൻറ്റു സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം. ആ സീനെ ഏറ്റവും ഫ്രണ്ടിലേക്ക് ഒന്ന് ഭംഗിയായിട്ട് എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്ക് അതിനെ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി എന്ന് മാറ്റി എഴുതാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഈ മൈനസും ചേർത്ത് ഇവിടെ പ്ലസ് ആക്കി ഒന്നുകൂടി ഭംഗിയാക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണത് എ ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി കോസ് സി എക്സ് പ്ലസ് ഡി പ്ലസ് സൈൻ എ എക്സ് പ്ലസ് ബി സൈൻ സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സി. ഈ ഫോമിലാണ് നമുക്ക് ബൈ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടിയേക്കുന്നത്. വലിയ ഉത്തരമാണ്, പക്ഷെ ചെയ്ത സ്റ്റെപ്പുകളൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കാണാനായിട്ട് നമ്മൾ ചെയിൻ റൂള് യൂസ് ചെയ്തേക്കും. ഓക്കെ, ഇനി ഇതുപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടെ യു ഇൻറ്റു വി എന്ന ഫോമിലാണ് കിടക്കണേന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റ് റൂൾ ഒന്ന് മനസ്സിലാലോചിച്ചു. ഇങ്ങനെ യു വി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്, ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ യു എടുത്ത് എഴുതി. ഇവിടുത്തെ യു എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എക്സ് ക്യൂബ്, ഇവിടുത്തെ വി പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5. അപ്പോൾ ആ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5നെ ഞാൻ സൈൻ എക്സ് റേസ് ടു 5 ഓൾ സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ. സൈൻ എക്സ് റേസ് ടു 5 ഓൾ സ്ക്വയർ എന്ന് എഴുതണം. ഈ ഓൾ സ്ക്വയർ ആണ് ഇങ്ങനെ എടുത്ത് എഴുതണ കാര്യം. അതായത് ഈ കിടക്കണ ആളും ഇതും സെയിം തന്നെയാണ്. അടുത്ത സ്റ്റെപ്പിൽ യു ഡാഷ് കണ്ടു. കോസ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ മൈനസ് സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് എക്സ് ക്യൂബാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 3x സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. വേണമെങ്കിൽ ഇതിനൊന്ന് ഭംഗിയാക്കിയിട്ട് ദേ മൈനസ് 3x സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് എന്ന് എഴുതാം. ഇപ്പോൾ യു ഡാഷ് ഓക്കെ. ഇനി വിയുടെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഇത് കിടക്കുന്നത് ഒരു സംഗതി ഓൾ സ്ക്വയർ ഫോമിലാണ്, അതായത് എക്സ് സ്ക്വയർ ഫോമിലാണ് ഇത് കിടക്കുന്നത്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചേക്കുന്നത് 2x എന്നാണ്. അപ്പോൾ ഈ ഓൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇത് ഫുൾ എക്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്നായിരിക്കും. അതായത് സൈൻ എക്സ് റേസ് ടു 5 ഓൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5. ഇങ്ങനെയാണ് ആദ്യം വരിക. ദെൻ ഇവിടെ എക്സിന് പകരം സൈൻ എക്സ് റേസ് ടു 5 ആ കിടക്കണേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സൈൻ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് റേസ് ടു 5. പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇവിടെ എക്സിന് പകരം എക്സ് റേസ് ടു 5 ആ കിടക്കണേ. അപ്പോൾ ആ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5x റേസ് ടു 4. നമുക്കിതിനൊന്ന് ഭംഗിയായിട്ട് എഴുതുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 2 sin x cos x വേണമെങ്കിൽ sin 2x എന്ന് എഴുതാമല്ലോ. 2 sin x cos x sin 2x എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് sin 2x റേസ് ടു 5 എന്ന് എഴുതാം. ഈ 5x റേസ് ടു 4നെ ഇതിൻ്റെ അടുത്തേക്ക് വെക്കാം. അപ്പോൾ ഇൻറ്റു 5x റേസ് ടു 4. ഇനി ഒരു ഭംഗിക്ക് എപ്പോഴും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് മുമ്പ് മറ്റേത് എഴുതുന്നതാണ് ഭംഗി. സോ 5x റേസ് ടു 4 ഫ്രണ്ടിലേക്ക് എഴുതി ഇൻറ്റു സൈൻ 2x റേസ് ടു 5. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വരും. അപ്പോൾ നമുക്ക് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇയാളെ യുന്ന് എടുത്തു, ഇതിനെ വിന്ന് എടുത്തു. നമ്മൾ ചെയിൻ റൂളൊക്കെ ഉപയോഗിച്ച് യു ഡാഷ് ഇപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. യു ഡാഷ് നമുക്ക് കിട്ടിയത് മൈനസ് 3x² ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് എന്ന് കിട്ടി. ഇതുപോലെ വി ഡാഷ് കണ്ടുപിടിച്ചു. വി ഡാഷ് 5x റേസ് ടു 4 ഇൻറ്റു സൈൻ 2x റേസ് ടു 5 എന്നാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു പ്രൊഡക്റ്റാണ്. സോ പ്രൊഡക്റ്റ് റൂളിൽ കൊടുക്കുക. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കുന്നത് യു വി ഓൾ ഡാഷ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ യു ഡാഷ് വി
പ്ലസ് യു വി ഡാഷ്. ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്ന റൂള്. അപ്പോൾ ആദ്യം തന്നെ യു ഡാഷ് കൊടുത്തു. യു ഡാഷ് എന്ന് പറഞ്ഞാൽ -3x² സൈൻ എക്സ് ക്യൂബ്. യു ഡാഷ് ആദ്യം എഴുതി. ഇൻറ്റു വി എഴുതണം. വി ആരാ? sin square x⁵5 പ്ലസ് ഇനി യു എഴുതണം. യു ആരാ നോക്കി? യു എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ക്യൂബ് ഇൻറ്റു വി ഡാഷ് എഴുതി. വി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x⁴ ഇൻറ്റു സൈൻ 2x⁵. അപ്പോൾ 5x⁴ ഇൻറ്റു സൈൻ 2x⁵. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണോ എന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല, വേണമെങ്കിൽ ഒന്ന് ഓർഡറിൽ ഭംഗിയാക്കി എഴുതാമെന്ന് മാത്രം. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ -3x² സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ x⁵5 പ്ലസ് ഇവിടെ 5x⁴ ആദ്യം എഴുതുക. 5x⁴ കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ 2x⁵. ഇതാണ് നമുക്ക് തന്നിരുന്ന ഈ ഒരു 6th ക്വസ്റ്റ്യനിൻ്റെ ആൻസർ. ഇതാണ് ഈ ഒരു ഫംഗ്ഷനിൻ്റെ ഡെറിവേറ്റീവ്. ഇനി ഈ സെറ്റിൽ തന്നെ അടുത്ത 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് ഫോളോയിങ് ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ 7ാമതായിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. 2 √cot x². ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ d/dx ഓഫ് 2 √cot x² എന്ന് എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ പുറത്തേക്ക് എടുത്തു. ഇനി √cot x² ഡെറിവേറ്റീവ് നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. √x ഡെറിവേറ്റീവ് എന്തിട്ടാണ്? √x ഡെറിവേറ്റീവ് 1/2√x. അപ്പോൾ √cot x² ഡെറിവേറ്റീവ് വരിക. ഞാൻ ആദ്യം 2 = 2 പുറത്തേക്ക് എടുത്തു. √x ആണെങ്കിൽ ഡെറിവേറ്റീവ് 1/2√x. അപ്പോൾ √cot x² എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1/2√cot x². അപ്പോൾ 1/2√cot x². ഇവിടെ എക്സിന് പകരം നമ്മളിത് √x എന്നാണ് സങ്കല്പിച്ചത് ഈ ഫംഗ്ഷനെ. അപ്പോൾ ഈ കിടക്കുന്ന ആളാണ് ഇവിടെ എക്സിന് പകരം കിടക്കുന്നത്. സോ ഇൻറ്റു d/dx ഓഫ് cot x². cot x² ഡെറിവേറ്റീവ് കൊണ്ട് ഗുണിക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടുത്തെ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് 1/√cot x² ഇൻറ്റു cot x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cot x ഡെറിവേറ്റീവ് മൈനസ് cosec² x ആണ്. അത് ഓർത്ത് വെച്ചോ. tan x ഡെറിവേറ്റീവ് sec² x, cot x മൈനസ് cosec² x. അപ്പോൾ cot x² ഡെറിവേറ്റീവ് മൈനസ് cosec² x². അപ്പോൾ ഇതിന് നമ്മൾ cot x എന്ന് സങ്കല്പിച്ചിട്ടാണ് ഡെറിവേറ്റീവ് കണ്ടത്. അപ്പോൾ ഇവിടെ എക്സിന് പകരം x² കിടക്കണേ. സോ ആ x² ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇൻറ്റു d/dx ഓഫ് x². അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ x² ഡെറിവേറ്റീവ് 2x ആണ്. അത് നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ എഴുതാം. അപ്പോൾ 2x ഈ മൈനസും എടുത്തു. 2x ഇൻറ്റു cosec² x² ഡിവൈഡഡ് ബൈ √cot x². ഇതാണ് നമുക്ക് തന്ന 2 √cot x² ഡെറിവേറ്റീവ്. അപ്പോൾ ആദ്യം 2 കോൺസ്റ്റൻ്റ് ഏറ്റവും പുറത്തേക്ക് മാറ്റി, അത് കഴിഞ്ഞ് √x ആണെന്ന് സങ്കല്പിച്ച് ഡെറിവേറ്റീവ് എഴുതി. ഇപ്പോൾ √x ഡെറിവേറ്റീവ് 1/2√x അങ്ങനെ സങ്കല്പിച്ച് എഴുതി. ഇനി ഇതിൽ എക്സിന് പകരം cot x² ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ cot x² ഡെറിവേറ്റീവ് മൈനസ് cosec² x². അവിടെ നിർത്താൻ പറ്റില്ല. ഇൻറ്റു x² ഡെറിവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ
ഇൻറ്റു 2x. എന്നിട്ട് അതിനൊന്ന് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇതുപോലെ കോസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ നമ്മൾ കോസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ d/dx ഓഫ് കോസ് റൂട്ട് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു ഇവിടെ കോസ് എക്സ് എന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എഴുതിയത്. അപ്പോൾ ഇവിടെ എക്സിന് പകരം റൂട്ട് എക്സ് ആണ് വരുന്നത്. സോ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇൻറ്റു d/dx ഓഫ് റൂട്ട് എക്സ്. ഇതിനെ നമ്മൾ കോസ് എക്സ് എന്ന് സങ്കല്പിച്ച്, അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, കോസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു ഇവിടെ എക്സിന് പകരം റൂട്ട് എക്സ് ആ വന്നത്, അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈക്വൽ ടു മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം, മൈനസ് സൈൻ റൂട്ട് എക്സ് ബൈ 2 റൂട്ട് എക്സ് എന്ന് എടുത്ത് എഴുതാം. ഇതാണ് കോസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അടുത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 വേർ എക്സ് ബിലോങ്സ് ടു ആർ. അപ്പോൾ ഒരു മോഡ്ലെസ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു, മോഡ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ഈ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ മോഡ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ് തന്നേക്കണു, ഇത് എക്സ് ഈക്വൽ ടു 1ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് തെളിയിക്കണം. അപ്പം നമ്മൾ ഈ ഡിഫറൻഷ്യബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ജിയോമെട്രി വെച്ച് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കുക, അതിൻ്റെ ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെയാണ് നോക്കുക എന്ന് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കാനായിട്ട് നമ്മൾ വെറുതെ ഈ മോഡ് എക്സ് മൈനസ് 1ൻ്റെ ഗ്രാഫ് വരച്ചു എന്ന് വെക്കുക. അപ്പോൾ ആ ഗ്രാഫ് ഇതാണ് 1 എന്ന് വെക്കുക. അപ്പോൾ ആ ഗ്രാഫ് മോഡുലസ് ഫംഗ്ഷൻ ആണെങ്കിൽ വി ഷേപ്പിലാവും പോവാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഏകദേശം ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അതായത് എക്സ് ഈക്വൽ ടു 1ൽ ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ് വന്നേക്കണം, ഈ രണ്ട് ലൈൻസും കൂടെ ചേരുന്ന ഒരു ഷാർപ്പ് എഡ്ജ് വന്നേക്കണം. കണ്ട, ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജ് വന്നേക്കണം. അങ്ങനെ ഷാർപ്പ് എഡ്ജ് വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവില്ല. അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഒരു കർവ് പോലെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നമുക്കൊരു ഷാർപ്പ് എഡ്ജ് എന്ന് പറഞ്ഞ് നമുക്കിതിൽ കാണിക്കാനൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഇതൊരു ഷാർപ്പ് എഡ്ജ് വന്നേക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മോഡ് എക്സ് മൈനസ് 1 അറ്റ് എക്സ് ഈക്വൽ ടു 1ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വിത്ത് ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എക്സ് ഈക്വൽ ടു 1ൽ ഇതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി പോവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റി പോയി എന്ന് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലായി. ഇനി നമ്മളത് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്കൊന്ന് വരാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 വേർ എക്സ് ബിലോങ്സ് ടു ആർ. ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡൊമെയിനിലുള്ള സി എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ചും, അതുപോലെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ചും ഫൈനൈറ്റ് ആയിരിക്കണം. ഇത് രണ്ടും ഈക്വലും ആയിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന്, ഇതിനെ വേണമെങ്കിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫംഗ്ഷൻ ഇന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ഈ മോഡ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ഫംഗ്ഷൻ
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൺ എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൺ. അപ്പോൾ ഇത് എക്സ് ഈക്വൽ ടു വണ്ണിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ മോഡുലസ് ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് കാണാനൊക്കെ ആയിട്ടായാലും എന്ത് പരിപാടിക്കായാലും ഇതിനെ നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്യണം. ഇതിനെ നമുക്ക് നമ്മുടെ മോഡ് എക്സിനൊരു ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മോഡ് എക്സ് മൈനസ് വൺ, ഇപ്പോൾ മോഡിൻ്റെ ഉള്ളിൽ എക്സ് മൈനസ് വൺ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡൊമൈനെ പതുക്കെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, ഈ മോഡിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ ഗ്രേറ്റർ ദാൻ സീറോ. ഇത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ അതിൽ മൈനസ് വണ്ണിനെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്താൽ എക്സ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഉത്തരം ഇയാൾ തന്നെ. നമ്മൾ മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പഠിച്ചതാണ്? എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം എക്സ് തന്നെ. അതുപോലെ ഇവിടെ ഈ കിടക്കുന്ന എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എക്സ് മൈനസ് വൺ തന്നെ. അപ്പോൾ എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് എഴുതാം. ഇനി ഇതുപോലെ ഇഫ് എക്സ് ലെസ് ദാൻ അല്ലെങ്കിൽ എക്സ് മൈനസ് വൺ ലെസ് ദാൻ സീറോ, അതിനെ നമുക്ക് എക്സ് ലെസ് ദാൻ വൺ എന്ന് എഴുതാം. അങ്ങനെ എക്സ് ലെസ് ദാൻ വൺ ആണെങ്കിൽ നമ്മൾ പഠിച്ചേക്കണത് മോഡ് എക്സ് ആണെങ്കിൽ, ഇപ്പോൾ മോഡ് എക്സിൻ്റെ ഡെഫിനിഷനിൽ ഇഫ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ മോഡ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ മോഡ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഉത്തരം വേറെ എക്സ് മൈനസ് വൺ ലെസ് ദാൻ സീറോ അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ വൺ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് എക്സ് മൈനസ് വൺ. ഇനി അടുത്തത് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ, അതായത് എക്സ് ഈക്വൽ ടു വൺ ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം സീറോ. ഇങ്ങനെയാണ് നമ്മൾ മോഡ് എക്സ് മൈനസ് വണ്ണിനെ റീഡിഫൈൻ ചെയ്യുക. അപ്പോൾ മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ ആലോചിക്കുക, അതുപോലെ തന്നെ ഇതിനെ റീഡിഫൈൻ ചെയ്യുക. ഇനി നമുക്ക് പതുക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് സി പ്ലസ് എച്ച്. നമുക്കിവിടെ അറ്റ് എക്സ് ഈക്വൽ ടു വണ്ണിലാണ് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സിയുടെ സ്ഥാനത്ത് വൺ എന്ന് കൊടുക്കുക. സോ എഫ് ഓഫ് വൺ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് വൺ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ മൈനസ് എന്നാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ച് എച്ചിൻ്റെ വില സീറോനേക്കാൾ ചെറുതെന്ന് അർത്ഥം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എച്ചിൻ്റെ വില സീറോനേക്കാൾ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് വൺ പ്ലസ് എച്ച് എന്നാണ് കിടക്കണേ. എച്ച് സീറോനേക്കാൾ ചെറുതാണെങ്കിൽ വൺ പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എച്ച് സീറോനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ എച്ച് നെഗറ്റീവ് എന്ന് അർത്ഥം. അപ്പോൾ ഈ വൺ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ വണ്ണിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ വണ്ണിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഈ കിടക്കുന്ന സംഗതി വണ്ണിനേക്കാൾ ചെറുതാണ്. ഈ കിടക്കുന്ന ആൾ വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ, എക്സ് വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരിക മൈനസ് ഓഫ് വൺ പ്ലസ് എച്ച് മൈനസ് വൺ. ഓക്കെ, സംഗതി ഇത്രേ ഉള്ളൂ. എക്സ് വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ ഇങ്ങനെയാണ് കിടക്കേണ്ടത്. അപ്പം ഇവിടെ ഈ കിടക്കുന്ന ആൾ വണ്ണിനേക്കാൾ ചെറുതാണ്. സോ എഫ് ഓഫ് വൺ പ്ലസ് എച്ചിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് വൺ പ്ലസ് എച്ച് മൈനസ് വൺ. ഇവിടെ ഈ എക്സ് കാണുന്നിടത്ത് വൺ പ്ലസ് എച്ച് വരും. പിന്നെ എഫ് ഓഫ് വണ്ണിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് വൺ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ, എക്സിന് വൺ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം സീറോ. അപ്പോൾ എഫ് ഓഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ എന്നാണ് ആൻസർ വരിക, ഡിവൈഡഡ് ബൈ എച്ച്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലിമിറ്റ് ഇവിടെ സീറോ കേട്ടോ, ലിമിറ്റ് എച്ച് ടെൻസ് ടു, നമുക്ക് ജസ്റ്റ് സീറോ എന്ന് എഴുതിയാൽ മതി. നമ്മൾ ആ സീറോ മൈനസ് ഓൾറെഡി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ സീറോ എന്ന് എഴുതി പോയാൽ മതി. ഇവിടെ വൺ പ്ലസ് എച്ച് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്ത് പോയി, മൈനസ് എച്ച് ബൈ എച്ച്. അപ്പോൾ ആൻസർ മൈനസ് വൺ എന്ന് കിട്ടി. ഇതാണ് നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു വണ്ണിലെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഉത്തരം മൈനസ് വൺ. അപ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് വേണമെങ്കിൽ എഴുതാം എൽ എച്ച് ഡി.
ഈ ടേം അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതാതിരുന്നത്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇങ്ങനെ കണ്ടുപിടിച്ചു, -1 എന്ന് കിട്ടി. ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു 1 റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണും. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0+, ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ, f ഓഫ് c പ്ലസ് h മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ h. ഇതാണ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിലെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. നമുക്കിവിടെ എക്സ് ഈക്വൽ ടു 1 ചെക്ക് ചെയ്യേണ്ടത്. സോ സി കാണുന്നിടത്തൊക്കെ 1 ഇട്ട് കൊടുത്തു. എഫ് ഓഫ് 1 പ്ലസ് h മൈനസ് എഫ് ഓഫ് 1 ബൈ h. ഇനി നോക്കിയേ, ഇവിടെ ലിമിറ്റ് h ടെൻസ് ടു 0+ എന്നാണ് കിടക്കണത്. എന്ന് വെച്ചാൽ എച്ചിൻ്റെ വാല്യൂ 0നേക്കാൾ വലുത്. അപ്പോൾ ഈ 1 പ്ലസ് എച്ചിൻ്റെ വാല്യൂ, h 0നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ 1 പ്ലസ് എച്ചിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ കേസാണ് നോക്കേണ്ടത്. അപ്പോൾ 1നേക്കാൾ വലുതാണ് എക്സ് എങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ വരിക x-1. അപ്പോൾ ഇവിടെ 1നേക്കാൾ വലുതാണ് ഈ കിടക്കുന്ന 1 പ്ലസ് h. ഇതാണ് നമ്മൾ എക്സ് ആയിട്ട് കരുതുന്നത്. അപ്പോൾ ഈ 1 പ്ലസ് h 1നേക്കാൾ വലുതാണ്. സോ എഫ് ഓഫ് 1 പ്ലസ് എച്ചിൻ്റെ ആൻസർ വരിക, ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ എക്സ് എഴുതി -1 ഇട്ടു. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എച്ചിൻ്റെ ആൻസർ 1 പ്ലസ് h എഴുതുക, -1 ഇടുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് h ടെൻസ് ടു 0+, എഫ് ഓഫ് 1 പ്ലസ് h എന്ന് പറഞ്ഞാൽ 1 പ്ലസ് h -1 മൈനസ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0/h. ദെൻ ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പ് മുതൽ നമുക്ക് h ടെൻസ് ടു 0+ ഇടേണ്ട ആവശ്യമില്ല, h ടെൻസ് ടു 0. നമ്മളിവിടെ h 0+ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. സോ ഇനി 0+ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 1 -1 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ h/h, ഉത്തരം 1. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടണത് -1, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടുന്നത് വെറും 1. അപ്പോൾ നമുക്ക് പറയാം LHD നോട്ട് ഈക്വൽ ടു RHD. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 therefore f is not differentiable, f is not differentiable at x equal to 1. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1 ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് തെളിയിക്കേണ്ടത്. ഇപ്പം നല്ലൊരു എക്സാമ്പിളാണ്. പിന്നെ ഇതിൽ നിന്ന് 1 വേർഡുകളും കുറേ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x - 2 അത് എവിടെയാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 അത് ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പം അങ്ങനെ ആ ഗ്രാഫിൻ്റെ സഹായത്തോടെ ഈ ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാനും പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് where 0 less than x less than 3 is not differentiable at x equal to 1 and x equal to 2. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 2 ഡിഫറൻഷ്യബിൾ അല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഗ്രാഫ് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഇതിനുള്ളൊരു എന്താ പറയുക ഒരു ഐഡിയ കിട്ടും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചേക്കണത് ഏകദേശം ഇങ്ങനെയാണ്. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമ്മളിതിൻ്റെ ഗ്രാഫ് പഠിച്ചേക്കണത്. ഇതിപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ഇങ്ങനെയാണ് വെപ്പ്. അപ്പോൾ ഇതിൽ ഷാർപ്പ് എഡ്ജ് വന്നേക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഇപ്പോൾ നോക്കി 1ൻ്റെ അറ്റത്ത് കണ്ടോ ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ്, 2 ഇവിടെ ഷാർപ്പ് എഡ്ജ് വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. സോ നമ്മൾ പറയണതനുസരിച്ച് 1, 2, 3 ഇവിടെ ഒന്നും ഇത് ഡിഫറൻഷ്യബിൾ ആയിട്ടില്ല. അതായത് ഇൻറ്റിജർ വാല്യൂസിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഒരിക്കലും ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് മെയിൻ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇവിടെ 0 തൊട്ട് 3 വരെ ഓപ്പൺ ഇൻ്റർവൽ 0, 3 നമുക്ക് എക്സ് ഡിഫൈൻ ചെയ്ത് തന്നേക്കുന്നത്. അതിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് കാണിക്കണം അറ്റ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. അപ്പം ഞാൻ ആദ്യം എക്സ് ഈക്വൽ ടു 1 കാര്യം ഒന്ന് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞ് സിമിലർലി അതുപോലെ തന്നെയാണ് എക്സ് ഈക്വൽ ടു 2 വരിക. സോ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യം എക്സ് ഈക്വൽ ടു 1 കാര്യം നോക്കാം.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ഉപയോഗിച്ച പോലെ തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഈ ഫംഗ്ഷൻ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1, ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1 ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും, അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ബൈ എച്ച്, ഇതിൻ്റെ വാല്യൂ, അതുപോലെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ബൈ എച്ച്, ഇത് രണ്ടും ഫൈനൈറ്റ് ആയിരിക്കണം, അതുപോലെ ഈക്വൽ ആയിരിക്കണം. മസ്റ്റ് ബി ഫൈനൈറ്റ് ആൻഡ് ഈക്വൽ. ഇത് രണ്ടും ഫൈനൈറ്റും ആയിരിക്കണം, അതേസമയം ഈക്വലും ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഫൈനൈറ്റും ആവണം, ഈക്വലും ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എക്സ് ഈക്വൽ ടു 1 ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്നെനിക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്കിത് ഓരോന്നും ചെയ്തു നോക്കാം. ഞാൻ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എൽ എച്ച് ഡി എന്ന് കൊടുത്തു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ബൈ എച്ച്. ഇനി എഫ് ഓഫ് 1 പ്ലസ് എച്ചിൻ്റെ വാല്യൂ ഒന്ന് ആലോചിക്കാം. ഇവിടെ എച്ച് 0നേക്കാൾ ചെറുതാണ്, അതായത് എച്ച് നെഗറ്റീവാണ്. അപ്പോൾ 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറിയൊരു സംഖ്യയായിരിക്കും. അപ്പോൾ എഫ് ഓഫ് 1നേക്കാൾ ചെറിയൊരു സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇപ്പോൾ എഫ് ഓഫ് 1നേക്കാൾ ചെറിയൊരു സംഖ്യ, അപ്പോൾ 0.9 എന്ന് വന്നു നോക്കിയ ഇതിൻ്റെ ഉത്തരം എത്രയാണ് എന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 0.9, ഉത്തരം 0 ആണ്. അപ്പോൾ ഇവിടെ 1നേക്കാൾ ചെറിയൊരു വാല്യൂ ആണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം 0 ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് 1 പ്ലസ് എച്ചിൻ്റെ ആൻസർ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് 1 പ്ലസ് എച്ചിൻ്റെ ആൻസർ 0, എഫ് ഓഫ് 1ൻ്റെ ആൻസർ മൈനസ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1, 1ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 തന്നെ, ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1 ബൈ എച്ച് എന്ന് വെച്ചാൽ -1/0 വേണമെങ്കിൽ നമുക്ക് -∞ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ -1/h എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് -∞ എന്ന് പറയാം. അതായത് -1/h, അതായത് -1/0, അതായത് -∞ എന്ന് പറയാം. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എച്ച്, ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് എഴുതി. ഈ എച്ച് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ വില 0നേക്കാൾ വലുത്. അപ്പോൾ 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് 0നേക്കാൾ വലുതാണ്. അപ്പോൾ 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഈ 0നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ 0ൻ്റെ തൊട്ട് മുകളിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ ആണ്, അത് 0ൻ്റെ തൊട്ട് മുകളിൽ നിന്നേ നമ്മൾ മീൻ ചെയ്യണുള്ളൂ. അല്ലാണ്ട് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0നേക്കാൾ വലുത് 100, 10, 20 അങ്ങനെയൊന്നും അല്ല. 0.1, 0.2, 0.3 അങ്ങനെ 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ തന്നെ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ഇത് 1 പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഷുവറായിട്ട് അത് 1നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1 പ്ലസ് ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം 1 ആയിരിക്കും. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/h. ഇപ്പോൾ ഇവിടെ 1 - 1/h എന്ന് വെച്ച് കഴിഞ്ഞാൽ 0/h എന്ന് കിട്ടും. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. 0 എന്ത് സംഖ്യ വന്നാലും ഉത്തരം 0 ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 എന്നും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് -∞ എന്നുമാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് പറയാം എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1.
സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് x ഈക്വൽ ടു 2 കാര്യം വെരിഫൈ ചെയ്യാം. സെയിം സ്റ്റെപ്പുകൾ ഇതുപോലെ തന്നെ. സോ അത് നിങ്ങളേക്ക് വിട്ടു തരികയാണ്, അത് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്തേക്കുക.